അതെങ്ങനെ ഞങ്ങളെപ്പോഴുള്ളവർക്കൊന്നും അവസരം തരത്തില്ലല്ലോ. നിങ്ങൾ ബിജുമനും ജോയി പറഞ്ഞാൽ അവസരം കൊടുക്കത്തുള്ളൂ. നമസ്കാരം, ഞാൻ വന്നിരിക്കുന്നത് ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ ബിജുമനെ കുറിച്ചൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ബിജുമനന്റെ റിലീസായ പടത്തിലെ പ്രൊമോഷൻ ബിജുമനം വന്നില്ല. അതുകൊണ്ട് സ്റ്റാർലൈറ്റിന്റെ ചാനലുകാർ 25 ലക്ഷം രൂപ കുറച്ചാണ് തന്നിരിക്കുന്നത്. 25 ലക്ഷം രൂപ കുറച്ചിട്ടുണ്ട്. അത് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ബിജുമനം പ്രൊമോഷൻ വന്നില്ലെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ ബിജുമനെയും ഈ ജോജി ജോർജിനെയൊക്കെ വെച്ച് മാത്രം പടം ചെയ്യാതെ എന്നെപ്പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സിനിമയിലേക്ക് എത്താൻ വേണ്ടി നടക്കുന്നത് ഞങ്ങൾക്ക് കൂടെ അവസരം താ. ഞങ്ങൾക്ക് കൂടെ അവസരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രൊമോഷൻ വരും, തിയേറ്റർ വിസിറ്റിംഗ് പ്രൊമോഷൻ വരും, ഇന്റർവ്യൂ പ്രൊമോഷൻ വരും, എല്ലാ പ്രൊമോഷൻ ഞങ്ങൾ വരും. ഒരു ടൈമും തെറ്റാ കറക്റ്റായിട്ട് വരും. അത് സിനിമയ്ക്ക് രക്ഷപ്പെട്ടാലും ശരി, സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചാലും ശരി, എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ് ആണെന്നാലും ശരി, നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. നമ്മളെപ്പോലുള്ളവർക്കൂടെ ഒരു അവസരം താ. അതെങ്ങനെ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും അവസരം തരത്തില്ലല്ലോ. നിങ്ങൾ ബിജുമനും ജോയി പറഞ്ഞാൽ അവസരം കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അനുഭവിക്കും. ഞങ്ങളൊക്കെ എന്ത് കഷ്ടപ്പെട്ട് കിടന്നു, ഞങ്ങൾക്ക് ഒരു അവസരം തരുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ മക്കൾക്കും ബന്ധുക്കാർക്കും സുഹൃത്തുക്കളുടെ മക്കൾക്കും ഇവർക്കൊക്കെ അവസരം കൊടുത്തുള്ളൂ. നെപ്പോട്ടിക്ക് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അവസരമേ കിട്ടുന്നില്ല. ഞങ്ങൾക്കൂടെ അവസരം എന്താ? അപ്പം ഞങ്ങൾ നിങ്ങൾ വിളിക്കുന്ന പ്രൊമോഷൻ കറക്റ്റായിട്ട് വരും. ഞങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട് കിടക്കാണ്. ബിജുമനുണ്ട് പ്രൊമോഷൻ പറഞ്ഞാൽ കരയേണ്ട കാര്യമൊന്നുമില്ല. ബിജുമന് പ്രൊമോഷൻ വരാൻ ഒരു സിനിമയിലേക്ക് ആൾക്കാർക്ക് എഗ്രിമെന്റ് ചെയ്യുമ്പം അത് സിനിമയിലേക്ക് തീരുന്നവരെ അഭിനയിക്കണം, ഇടയ്ക്ക് വെച്ച് നിർത്തി പോരുത്, പിന്നെ പ്രൊമോഷൻ കറക്റ്റായിട്ട് ചെയ്യണം, എല്ലാ പ്രൊമോഷൻ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് എഗ്രിമെന്റ് ചെയ്യുന്നത്. പക്ഷെ ബിജുമനം വന്നില്ല. ബിജുമനൊക്കെ സ്റ്റാർ വാലിറ്റി ഉണ്ടായത് അവർക്ക് വരണമെങ്കിൽ വരണ്ടെങ്കിൽ വരണ്ട, ആ രീതിയിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ വാലിറ്റി ഇല്ലാത്ത പുതുമുള്ള ഞങ്ങൾക്കൊക്കെ അവസരം താ. അപ്പം ഞങ്ങളൊക്കെ ഒന്ന് അഭിനയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സമയത്തൊക്കെ പ്രൊമോഷൻ വരാം. അത് ഞങ്ങൾക്കൊന്നും അവസരം തരുന്നില്ലല്ലോ. നിങ്ങൾ എന്നിട്ട് കരഞ്ഞു കൂട്ടി കാര്യമില്ല. അനുഭവിക്കുക.